ശാന്ത സ്വാമിനേ നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യാദേശധാരിണി ജയോ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം ജയ രാധ ശ്യാമ സുന്ദര ഗൗരനിതായ് ഗൗരനിതായ് ജയ ഗൗരനിതായ് ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ ഗുരുദേവ് 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 നിത്യായി ഗൗര ഹരിബോ 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 കൃഷ്ണ ബലറാം की जय राधा श्याम सुंदर ललिता विशाखा देवी की जय गौरनिताई की जय पंचतत्व की जय षड्गोसावी की जय गुरु परंपरा की जय 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 श्री राधेश्याम ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജലിശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ തസ്മൈ ശ്രീ ഗുരുവേ നമഃ തസ്മൈ ശ്രീ ഗുരുവേ നമഃ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമിവ ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമിവ ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമിക ശ്രീ ശ്രീ നരസിംഹ ഭഗവാന് കീ ജയ് നരഹരി കീ ജയ് പ്രഹ്ലാദ് മഹാരാജ് കീ ജയ് ഹരി ബോൾ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നാരായണ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. നിങ്ങൾക്ക് ഇന്ന് വൃന്ദാവനത്തിൽ ആർക്കും പോകണ്ടേ? വൃന്ദാവനത്തിൽ പോണില്ലേ? 25-ാം തീയതി ഞങ്ങള് പോകുന്നുണ്ട് മാതാജി. 25-ാം തീയതിയോ? 25-ാം തീയതി. ആരുടെ കൂടെ പോണേ? ജഗത് സാക്ഷി പ്രഭുവിനൊപ്പം. എന്നിട്ട് ഒരു മാസം കൊണ്ട് വൃന്ദാവന പരിക്രമ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ 16-ാം തീയതി വരെയുള്ള കാർത്തിക മാസം. അന്നേരം എന്റെ ക്ലാസ് ഇന്ന് കാർത്തികത്തിന്റെ അവസാന ദിവസം നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു മാസം ഫുള്ള് നമ്മൾ വൃന്ദാവന പരിക്രമ ചെയ്തു എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്കെന്ന് എനിക്കറിയില്ല. എന്നാൽ തന്നെയും ഇന്ന് നമുക്ക് യമുനയെ കൂടെ ഒരു യാത്ര ചെയ്യാം. യമുനാദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യമുന റിവറാ നിങ്ങളൊക്കെ പറയുന്ന നദി, ഞങ്ങളൊക്കെ യമുനാദേവി എന്നാ പറയുന്നത്. യമുന ആരുടെ മകളാണ്? ആർക്കെങ്കിലും അറിയാമോ? യമുന ആരുടെ മകളാണ്? പറഞ്ഞോളൂ എന്തൊക്കെയാ. വേറെ ആര്? വരുണന്റെ വരുണ ഒരു സൈഡിൽ. വേറെ ആൾക്കാർ ഇങ്ങനെ ആൻസർ വന്നോണ്ടേ ഇരിക്കട്ടെ. ഹിമവാനാണ്. സൂര്യഭഗവാന്റെ വരട്ടെ, ആൻസർ വരട്ടെ. ഇതാ നമ്മൾ പറയുന്നത് നമുക്ക് ജ്ഞാനം വേണമെന്നുള്ളത്. യമുന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യഭഗവാന്റെ പുത്രിയാണ്. അത് ആരായിരുന്നു പറഞ്ഞത്? സൂര്യ ഞാൻ പറഞ്ഞു.
പക്ഷെ മാതാജി. ഡൗട്ടായിട്ടാ പറഞ്ഞത്. പക്ഷെ സൂര്യഭഗവാന്റെ സൂര്യഭഗവാന്റെ ആദ്യം പുത്രി. യമി എന്നാണ് പേര്. അതേപോലെ അവരും ശനീശ്വരനും യമൻ എന്ന് ശനീശ്വരന്റെ കഥ പഠിച്ചപ്പോ അറിഞ്ഞതാ. യമുനാ ദേവിയുടെ ബ്രദറാണ്, സഹോദരനാണ്. അതേപോലെ ശനി ഭഗവാൻ ചായയിലായ കുട്ടിയാണ്. ഇത് ഇനിയുണ്ടല്ലോ ഈ ടിവിയിലൊക്കെ കുറെ ഇതേപോലുള്ള പുരാണങ്ങളെ പറ്റിയൊക്കെ സീരിയലുകൾ വരും. കഴിഞ്ഞാലൊക്കെ കുറച്ചുകൂടെ ഒരു ഹിന്ദു പുരാണങ്ങളെ പറ്റി ഒരു ഐഡിയ കിട്ടും. വേണ്ടാത്ത സീരിയലൊക്കെ കാണുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഐഡിയ കിട്ടും. ആ കഥ കണ്ടപ്പോ തന്നെ ഓർമ്മ വന്നത്. ശനീശ്വരന്റെ ഒരു കഥയുണ്ടായിരുന്നു. യമി കഥ സീരിയൽ ഉണ്ടായിരുന്നു. യമി മീൻസ് യമുനാദേവി. നമുക്ക് ഇന്ന് ഒരു കാര്യം ചെയ്യാൻ നമ്മൾ മധുരയിൽ പോന്നു. മധുരയിൽ നിന്ന് പിന്നെ ഇതെല്ലാം കണ്ടു. സൗണ്ട് ഇല്ല മാതാജി, സൗണ്ട് ഇല്ല, കേൾക്കുന്നില്ല. ഇപ്പൊ സൗണ്ട് ഉണ്ടോ? നമ്മള് യമുനയിൽ കൂടെയാണ് ഇന്ന് വൃന്ദാവനത്തിൽ വൃന്ദാവനത്തിൽ നിന്ന് യമുന നദി കൂടെ ഒരു ബോട്ട് എടുത്തു. എന്നിട്ട് ആ ബോട്ട് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ബോട്ട് കടന്ന് നേരെ അവിടെ ഒരു ശനി മന്ദിറുണ്ട്, ശനിയുടെ അമ്പലമുണ്ട്. ആ ശനിയുടെ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാധാരണ നമ്മൾ ആരും അവിടെ ഒന്നും പോവാറില്ലാത്തവരാ. പക്ഷേ ആ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു അമ്പലം, പക്ഷെ നല്ല രസമാണ് കാണാനെ കൊണ്ട്. ആ യമുനയുടെ ആ ഭംഗിയും, പിന്നെ ഒരു ഗ്രാമപ്രദേശമാണിത്. അവിടെ ശനിയമ്പലമുണ്ട്. ആ ശനിയമ്പലത്തിൽ നമ്മൾ പോകുന്നു. ആ ശനിയമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. യമുനയുടെ വേറൊരു പേരാണ് കാളിന്തി. അന്നേരം കാളിന്തിയെ വിവാഹം കഴിച്ചിരിക്കുന്ന ആരാണ്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? കാളിന്തി വിവാഹം കഴിച്ചിരിക്കുന്ന ആരാണ്? കൃഷ്ണന്. മനസ്സിലായി പറഞ്ഞത്? കൃഷ്ണൻ കാളിന്തിയെ വിവാഹം കഴിച്ചു. ഭഗവാന്റെ ആദ്യത്തെ കല്യാണം എന്നാ പറയുന്നത് കാളിന്തി. അവിടെ ഉള്ളവരൊക്കെ അങ്ങനെയാ പറയുന്നത്. കാളിന്തി ഭഗവാൻ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്തു. അന്നേരം യമുന എന്ത് പറഞ്ഞു, ചേട്ടനായിട്ടുള്ള ശനി വരും അവിടെ. പെങ്ങളുടെ കല്യാണത്തിന് വരണമല്ലോ. അന്നേരം കല്യാണത്തിന് വേണ്ടിയിട്ട് വരുന്നത് ശനിയോട് പറയുന്നു, ചേട്ടൻ വരണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരും വരില്ല. എന്തുകൊണ്ടാണ്? ശനിയുടെ ഒരു ദൃഷ്ടി ഒന്ന് ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ശനിദോഷം നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ ശനിയുടെ ഒരു ദൃഷ്ടി ഏറ്റു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അവർക്കെല്ലാവർക്കും സർവനാശം വരും എന്നുള്ള ആ രീതിയിൽ എന്റെ കൂട്ടുകാരും വരില്ല, എന്റെ കല്യാണത്തിന് ആരും വരില്ല. അതുകൊണ്ട് ശനിയോട് പറയും ചേട്ടൻ വരണ്ട എന്ന് പറയും. ശനിക്ക് ഭയങ്കര വിഷമായ സമയത്ത് ശനി മനഃപൂർവ്വം അല്ലല്ലോ ഇത് ചെയ്യുന്നത്. എന്നിട്ട് ശനി അവിടെ യമുനയ്ക്ക് വരദാനം കൊടുക്കുക, കാളിന്തിക്ക് വരദാനം കൊടുക്കുക. ഇവിടെ ആര് വരുന്നുണ്ടെങ്കിലും എന്റെ യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാവില്ല, അതുകൊണ്ട് അവർക്ക് എല്ലാവിധ മംഗളങ്ങളും ഭവിക്കും എന്നുള്ള ആ ഒരു വരദാനം യമുനയ്ക്ക് കൊടുക്കുക, കാളിന്തിക്ക് കൊടുക്കുകയാണ് ശനി കൊടുക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ആ അമ്പലത്തിൽ ആര് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ശനിദോഷം എത്ര ഉണ്ടെന്നുണ്ടെങ്കിലും ആ ശനിദോഷം എല്ലാം അവിടെ നിന്ന് മാറി കിട്ടും എന്നുള്ളതാ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പേർക്ക് അറിയില്ല എന്നുള്ളതാ. യമുന ക്രോസ് ചെയ്തിട്ട് നമ്മൾ പോകും. അങ്ങനെ ആ ശനി മന്ദിറിൽ ശനിയുടെ അവിടെ പിന്നെ ദുർവാസാവ് അവിടെ നിന്നിട്ട് തപസ് ചെയ്ത സ്ഥലം കൂടിയാണ്. അതെ, അവിടെ എന്നിട്ട് അവിടെ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പുല്ല് മേഞ്ഞിട്ടുള്ള ഒരു കുടീരമൊക്കെ, മീൻസ് ദുർവാസാവ് തപസ് ചെയ്ത സ്ഥലം ഇപ്പോഴും അവിടെ ഉണ്ട്. ദുർവാസാവിന്റെ അമ്പലം വേറെ ഉണ്ട്, കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. പക്ഷെ ഈ സ്ഥലങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പുതുമകളും വരാത്ത പണ്ട് എങ്ങനെയായിരുന്നു അതേപോലുള്ള സ്ഥലം. പിന്നെ കുറെ പശുക്കളും പിന്നെ പശുക്കിടാങ്ങളും ഒക്കെ നല്ല രസമായിട്ടുള്ള ഒരു അന്തരീക്ഷം. അത് ദുർവാസാവിന്റെ തപസ്സിന്റെ കാര്യം ഞാൻ പറയാം. ദുർവാസാവിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശിവന്റെ തന്നെ ഒരു അംശമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ദുർവാസാവിന് എന്താ മൂക്കത്തിരിക്കുക, ദേഷ്യം. ദുർവാസാവ് ശപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാവർക്കും പേടിയാ ദുർവാസാവിന്റെ അടുത്ത് ചെല്ലാൻ. ഇങ്ങനെ
മുഖാമുഖം ആരെങ്കിലും കാണണം എന്നുള്ള അത് വന്നു കഴിഞ്ഞാൽ പോലും മാറിക്കളയും എന്നുള്ളതാണ്. അത്രയ്ക്കും ദുർവാസാവിന് പേടിയ ആൾക്കാർക്ക്. ഒരു ദിവസം ഇതേപോലെ കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണനും ഈ ഗോപികമാരും രാധികയും രാധയും എല്ലാവരും കൂടെ കളിയാണല്ലോ, ഗോപന്മാരും എല്ലാവരും കൂടെ കളിയാണല്ലോ. അവര് പശുക്കളെ മേയ്ക്കാൻ വിടും. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വനത്തിൽ ഇങ്ങനെ കളിക്കുന്നു. പിന്നെ ഗോപികമാരും അതേപോലെ തന്നെ അവര് പിന്നെ പാലൊക്കെ കടഞ്ഞ് പിന്നെ വെണ്ണയും കൊണ്ടൊക്കെ അവർക്ക് വിൽക്കാനൊക്കെ പോകും. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഒരു മിക്സിങ്. അവരാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൃഷ്ണൻ വരാൻ താമസിച്ചു കഴിഞ്ഞപ്പം പിന്നെ കൃഷ്ണൻ വന്നു കഴിഞ്ഞപ്പം ചോദിച്ചു, കൃഷ്ണ എന്താ ഇത്ര താമസിച്ചത്? അതിനുള്ള കാരണം എന്താണ്? അവരെ കൃഷ്ണൻ പറയുന്നു, എന്റെ ഗുരുവായിട്ടുള്ള ഗുരു എന്ന് പറഞ്ഞ ഒരു ഗുരുക്കൾ മാത്രമല്ല കേട്ടോ. നമുക്ക് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, 24 ഗുരുക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. മനസ്സിലായി പറഞ്ഞത്? അതേപോലെ അതുകൊണ്ടുണ്ടല്ലോ എല്ലാ നമ്മളേക്ക് വഴി കാണിച്ചു തരുന്ന ആരുണ്ടോ അവരെല്ലാവരും ഗുരുക്കന്മാരാകും. ശിഷ്യാഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിവ് പകർന്നിട്ട് നമ്മളെ ആധ്യാത്മിക ഗുരുവിന്റെ അടുത്തേക്ക് ആര് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് അവരെ ശിഷ്യാഗുരു വരും. അങ്ങനെ അന്നേരം ഈ ദുർവാസാവ് എന്റെ ഗുരു വന്നിട്ടുണ്ട്, ആ ഗുരുവിനെ കാണാൻ ഞാൻ വേണ്ടിയിട്ട് പോയതാ, അതുകൊണ്ടാണ് ഞാൻ താമസിച്ചെന്ന് പറയും. അന്നേരം ഗോപികമാരെല്ലാം പറയും, അങ്ങയുടെ ഗുരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും കാണണമല്ലോ, അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും അതിനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്ന് പറയും. ശരി, ഈ യമുന ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ മതി, അവിടെ അദ്ദേഹം ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വൃന്ദാവനത്തിൽ നിന്നിട്ട് ഇവര് പറയുന്നതെന്ന് ഓർത്തോണം. എന്നിട്ട് യമുന ക്രോസ് ചെയ്തു, ആ ബോട്ടിൽ ഇങ്ങനെ വന്നു ദുർവാസാവിന്റെ സ്ഥലത്ത് വന്നു കഴിഞ്ഞ് ഈ ഗോപികമാരോട് പറഞ്ഞു, ഭഗവാൻ എന്ത് പറഞ്ഞു? നിങ്ങൾ യമുന ക്രോസ് ചെയ്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദുർവാസാവ് അവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തെ കണ്ടു ചെന്ന് വണങ്ങൂ, അനുഗ്രഹം വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഗോപികമാരെല്ലാരും കൂടെ പോകുന്നു. അന്നേരം എപ്പോഴായി കഴിഞ്ഞാലും ഭഗവാനെ കാണാനായാലും ഗുരുവിനെ കാണാനായാലും മാതാവിനെ കാണാനായാലും യോഗികളെ കാണാൻ പോകുമ്പോഴായാലും കുട്ടികളെ കാണാൻ പോകുമ്പോഴായാലും വെറും കൈയോടെ പോകാൻ പാടില്ല എന്നാ പറയുന്നത്. ഇതൊരു ഗുരുവായിട്ടല്ലേ വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവരെല്ലാവരും കുടങ്ങൾ കണക്കിനാണെന്നുണ്ടെങ്കിൽ വെണ്ണയും പാലും എല്ലാം ഇവര് കൈ കഴുതിയിട്ട് അങ്ങനെ എത്രയോ ഗോപികള് ഈ ദുർവാസാവിനെ കാണാൻ വേണ്ടിയിട്ട് യമുനയുടെ തീരത്ത് നിന്ന് നിൽക്കും. അന്ന് ഈ ബോട്ടും കിട്ടുമൊന്നും ഇല്ലല്ലോ. അന്നേരം കൃഷ്ണനോട് ചോദിക്കും, കൃഷ്ണ ഞങ്ങൾ എന്ത് ചെയ്യും? യമുനയെ കൂടെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, അത്രയ്ക്ക് വെള്ളമാ, ഞങ്ങൾ എങ്ങനെ അക്കരെ കടക്കുമെന്ന് ചോദിക്കും. അന്നേരം പറയും, ഒന്ന് പറഞ്ഞാൽ മതി, കൃഷ്ണനാണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിത്യബ്രഹ്മചാരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യമുനാദേവി വഴി മാറി കൊടുക്കുമെന്ന് പറയും. അന്നേരം ഈ ഗോപികളെല്ലാം യമുനയെ സ്തുതിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയും, കൃഷ്ണൻ നിത്യബ്രഹ്മചാരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വഴിമാറി തരണമെന്ന് പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് യമുന വഴിമാറി കൊടുത്തു. അവരെല്ലാവരും ദുർവാസാവിന്റെ അടുത്ത് പോയി. ദുർവാസാവിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഡസൻ കണക്കിന് കലമോ വെണ്ണയും പാലും ഒക്കെ ആയിട്ടുള്ള മൺകുടമായിട്ട് അവരെ പോകുന്നെന്നുള്ളതാ. അവിടെ ചെന്നു ദുർവാസാവിനെ കൊണ്ട് വണങ്ങി അദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവര് കൊണ്ടുപോയ ഉപഹാരം എല്ലാം സമർപ്പിച്ചു. ദുർവാസാവ് എന്ത് ചെയ്തു? അതെല്ലാം ഭക്ഷിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? യമുന പിന്നെയും വെള്ളം വന്നിട്ട് മൂടി, ആ വഴി അങ്ങ് മൂടി കഴിഞ്ഞപ്പോൾ ദുർവാസാവിനോട് പറയും, ഞങ്ങൾക്ക് തിരിച്ചു പോകണം, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അന്നേരം പറയും, ദുർവാസാവ് വെറും പുല്ല് മാത്രം കഴിച്ചിട്ട് ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ യമുനാദേവി ഞങ്ങൾക്ക് വഴി മാറി തരണം. ഗോപികമാരാ ദുർവാസാവ് പറഞ്ഞതുപോലെ ചെയ്തു. അന്നേരം അതേപോലെ വഴിമാറി കൊടുത്ത് അവര് ഇക്കരെ വന്നപ്പം കൃഷ്ണൻ അവരെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ ഇതെന്തൊരു അത്ഭുതമാണ്, ഞങ്ങളാണെന്നുണ്ടെങ്കിൽ എത്രയോ വെണ്ണയും പാലും കൊണ്ടുപോയി, എന്നിട്ട് അദ്ദേഹം അത് ഭക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, യമുനയോട് പറയാൻ പറഞ്ഞു, ദുർവാസാവ് വെറും പുല്ല് മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളാണെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വഴിമാറി തരാൻ പറഞ്ഞപ്പോ യമുന വഴിമാറി തന്നു. അതേപോലെ നീയും കൃഷ്ണനോട് പറയാ, കൃഷ്ണനും അതേപോലെ തന്നെ നിത്യബ്രഹ്മചാരി, ഞങ്ങളുടെ കൂടെ തന്നെ കളിച്ചും ചിരിച്ചും ഇങ്ങനെ പെണ്ണുങ്ങളുടെ കൂടെ തന്നെ മിക്സിങ് ആയിട്ട് നടക്കുന്ന ആളാ. എന്നിട്ട് നിത്യബ്രഹ്മചാരി, അവർക്കാണെന്നുണ്ടെങ്കിൽ ചിരി സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ചോദിച്ചു, ഇതെന്താ അത്ഭുതമാ കൃഷ്ണ എന്ന് പറയും. അന്നേരം കൃഷ്ണൻ അതിനുള്ള മറുപടി പറയും, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോകത്തില് ജീവിക്കുന്ന ആൾക്കാരാ, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. പക്ഷേ ഉണ്ടല്ലോ അതിലങ്ങ് മുഴുകരുത്. മനസ്സിലായി പറഞ്ഞേ? അതിനകത്ത് മുഴുകി കഴിയുമ്പോഴാണ് പിന്നെ അതിനകത്ത് അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നു, പിന്നെ നമുക്ക് അതിനെ വിടാൻ പറ്റുന്നില്ല.
അങ്ങനെയുള്ളത്. ഇതിപ്പം ദുർവാസാവ് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അതെല്ലാം ഭക്ഷിച്ചു. പക്ഷെ അദ്ദേഹത്തിന് ആ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹം അത് ഭക്ഷിച്ചത്, അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല അത് ഭക്ഷിച്ചത്. അതുകൊണ്ട് അതിലദ്ദേഹം ഒന്നും ഒരു സ്വല്പം പോലും അതിനകത്ത് അദ്ദേഹം മുഴുകിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് യമുന വഴിമാറി തന്നെ. അതേപോലെ ഞാൻ നിത്യബ്രഹ്മചാര്യ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആടുന്നു, പാടുന്നു, കളിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ബ്രഹ്മചാരി തന്നെയാണ്. അതുകൊണ്ട് നമുക്കിത് ഭഗവാൻ ഒരു പാഠം തരിക. ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. ആ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കണം. പക്ഷേ നമ്മൾ എന്താ അതിനകത്ത് ഒരുപാട് അങ്ങ് ഒട്ടിപ്പിടിക്കരുത്. നമ്മുടെയൊക്കെ സ്വഭാവം എങ്ങനെയാ? ഒരു കാര്യം കൊണ്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സംഭവങ്ങളും വരാൻ പോകുന്ന സംഭവങ്ങളും ഇപ്പം നടക്കുന്ന സംഭവങ്ങളും അതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയുള്ള ഓർമ്മകളായിരിക്കും നമുക്കുള്ളത് എന്നുള്ളത്. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫ്രീ അല്ല. ഓരോരോ കാര്യങ്ങൾ എല്ലാവരുടെയും കാര്യം പറയാം, ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയാം. എല്ലാവരുടെയും മനസ്സിൽ എന്ത് വന്നു? ചിന്തകളാണ്. ഈ ചിന്തകളാണ് നമ്മളെ അലട്ടുന്നത് മൊത്തം. ചിന്തിച്ചാൽ ഒരു അന്ത്യവുമില്ല, ചിന്തിച്ചില്ലേലോ ഒരു കുന്തവും ഇല്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് ഈ ചിന്തകളെ നമ്മളെപ്പോഴും വെടിയണമെന്നുള്ളത്. എന്ത് നടക്കണമെന്നുണ്ടതുണ്ടല്ലോ, നമ്മളെ നേരത്തെ അവര് അത് എഴുതിയാ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അത് നടക്കാനുള്ളത് നടന്നിരിക്കും. അത് നമ്മൾ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് പക്ഷേ ഒരു കാര്യം നമുക്കറിയാൻ പറ്റും, നമ്മൾ ഭഗവാനെ വിളിച്ച് ജീവിക്കും നമ്മളെ ആനന്ദുണ്ടെങ്കിലുണ്ടല്ലോ, ആ നടക്കുന്നതിന്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും. കണ്ണി കൊള്ളേണ്ടതുണ്ടല്ലോ പിരുവത്തെ കൊണ്ടിട്ട് മാറിപ്പോകും എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാലും വരാൻ പോകുന്നതിനെ പറ്റി ഫ്യൂച്ചർ നമ്മുടെ അല്ല, വരാൻ പോകുന്ന സംഭവം നമ്മുടേതല്ല. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം ഉണ്ടല്ലോ, അത് തിരിച്ചു വന്നാലേ തിരിച്ചു വന്നെന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. 2 വർഷം മുമ്പിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഏകാദശി ദിവസം, ഉത്ഥാന ഏകാദശി ദിവസം ഇന്നലെ ആയിരുന്നേ. അന്നത്തെ ദിവസം ഞങ്ങളുടെ ഗുരുദേവ് ഞങ്ങൾക്ക് ബ്രാഹ്മണദേശ വരുന്നത്. പക്ഷേ ഈ 2ാമത്തെ വർഷം അദ്ദേഹത്തിന്റെ സമാധി ഉദ്ഘാടനം. ആലോചിച്ച് നോക്കൂല, എന്ത് ഹൃദയഭേദകമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ അദ്ദേഹം നിത്യലീലെ ഭഗവാന്റെ നിത്യലീലെ ഭഗവാന്റെ ധാമിൽ പോയിട്ടുണ്ട് 100%. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. എന്താ ആഘോഷത്തില് അദ്ദേഹത്തിന്റെ ആ സമാധി മന്ദിരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉദ്ഘാടനം ചെയ്തതും ഒക്കെ എന്നറിയാമോ? എത്രയോ ആൾക്കാരാണ്, ആയിരക്കണക്കിന് ആൾക്കാരാണ് എല്ലാ ലോകത്തിൽ നിന്നും വന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമുക്ക് ഈ ഈ പ്രസന്റ് മാത്രമേ നമ്മുടെ ഉള്ളൂ. ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഇതുള്ളൂ. നമുക്കൊന്നും അറിയില്ല നാളെ എന്താണെന്നോ, അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ സംഭവത്തെ പറ്റി അതിനെപ്പറ്റി ചിന്തിച്ചിരുന്ന് തൂക്കിക്കെട്ടിയത് കൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞതിനെ പറ്റി ചിന്തിക്കണ്ട, വരാൻ പോകുന്നതിനെ പറ്റി ചിന്തിക്കണ്ട. പ്രസന്റ് ഉണ്ടല്ലോ, വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതിനെ നമ്മൾ ഹാപ്പി ആക്കുക, സന്തോഷമാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളെ ആ അമ്പാടിക്കണ്ണനെ എന്ത് ചെയ്യണം? നമ്മള് വിളിക്കണം. അമ്പാടിക്കണ്ണനെ, ആലില കണ്ണനെ, ഓടക്കുഴലൂത്തി ഓടിവാ, ഓടക്കുഴലൂത്തി ഓടിവാ. എന്നിട്ട് കണ്ണൻ എന്ത് കൊടുക്കണം? പാല് തരാം, വെണ്ണ തരാം, ഓമനെ കണ്ണാ. പാല് തരാം, വെണ്ണ തരാം, ഓമനെ കണ്ണാ. അവല് മലർ ശർക്കരയും നേദിക്കാൻ ഞാൻ, അവല് മലർ ശർക്കരയും നേദിക്കാൻ ഞാൻ. ഏയ് അമ്പാടി കണ്ണനെ, ആലില കണ്ണനെ, ഓടക്കുഴലൂതി ഓടിവാ, ഓടക്കുഴലൂതി ഓടിവാ. ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കണം, ഭഗവാനെ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, അങ്ങയുടെ സാന്നിധ്യം മാത്രമാണ് ഞങ്ങൾക്ക് ഏക ഒരു ആശ്വാസം. അതുകൊണ്ട് എപ്പോഴും ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവണേ ഭഗവാനെ. എന്നിട്ട് ഭഗവാൻ എപ്പോഴും സ്തുതികൾ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഗോപാല, ഗോവിന്ദ, മദൻ മോഹന, അങ്ങനെയൊക്കെയുള്ള പാടുന്ന വിളിക്കുന്ന സമയത്തുണ്ടല്ലോ ഭഗവാൻ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യം. മദൻ മോഹന മോഹിനിയാണ് രാധാറാണി എന്നുള്ളത്. ഈ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് 64 ഗുണങ്ങളാ ഉള്ളത്. പക്ഷെ ഈ രാധാറാണിയെ കണ്ണനെ മോഹിപ്പിക്കുന്ന ആരാണ്? മദൻ മോഹനനെ മോഹിപ്പിക്കുന്നവളാണ് മദൻ മോഹന മോഹിനി, രാധാറാണി. ആ ആ രാധയെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഭഗവാൻ രാ എന്നുള്ള ഒരു പേര് തന്നെ നമ്മൾ ഉച്ചരിക്കുന്ന സമയത്തേക്കുണ്ടല്ലോ ഭഗവാൻ അവിടെ എത്തിയിരിക്കും എന്നുള്ളത്. അത്രയ്ക്കും പ്രിയമാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആന്തരിക ശക്തിയാണ്. രാധയില്ലാതെ കൃഷ്ണനില്ല, കൃഷ്ണനില്ലാതെ രാധയില്ല. അതുകൊണ്ട് ആ രാധയെ
പ്രീതിപ്പെടുത്തുക. ആ രാധയെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാല് നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ കാര്യങ്ങളും ഭഗവാൻ സാധിച്ചു തരും എന്നുള്ളത് ഭഗവാൻ അറിയാം നമുക്ക് വേണ്ടുന്ന എന്തൊക്കെ കാര്യമാണെന്ന്. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ അത് പറഞ്ഞിടയ്ക്ക് എനിക്ക് കിട്ടിയില്ല ഇത് പറഞ്ഞ്. ഭഗവാൻ ഉണ്ടല്ലോ, കൃഷ്ണനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള ഇച്ഛ പൂർണ്ണമാക്കി തരാനല്ല ഇരിക്കുന്നത്. ഭഗവാൻ എന്താ വേണ്ടുന്നത്? നിങ്ങൾക്ക് മോശപ്രാപ്തി തരിക എന്നുള്ളതാ. ഇനി നിങ്ങളെ ഈ ലോകത്തിലേക്ക്, ഈ സംസാര അഗ്നിയിലേക്ക് തിരിച്ചു വിടാൻ ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിനു വേണ്ടിയിട്ട് ആര് കൃഷ്ണഭക്തിയിലേക്ക് വന്നിട്ടുണ്ടോ എല്ലാ ഭക്തിയുടെയും ടോപ്പ് മോസ്റ്റ് ആണ് കൃഷ്ണഭക്തി എന്നുള്ളതാണ്. ആ കൃഷ്ണഭക്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ മോശപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഭഗവാന് നമ്മളെ ഇങ്ങനെ എന്താ പറഞ്ഞ കടഞ്ഞ് വെണ്ണ ഇപ്പൊ എങ്ങനെ നമ്മൾ തൈര് കടഞ്ഞല്ലേ വെണ്ണ എടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ, ആ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുന്നത് പോലെ നമ്മളെ കടഞ്ഞ് നമ്മളെയും ആ മോശപ്രാപ്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുപോകും. കടഞ്ഞിങ്ങനെ ഇവരെ ദുഃഖങ്ങൾ ഇങ്ങനെ തന്നേയിരിക്കും. പക്ഷെ ആ ദുഃഖത്തിൽ പതറാതെ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. വളരെ ഉഷാറായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് ഈ കടഞ്ഞെന്ന് പറയുന്നത്. ഇങ്ങനെ തന്നോണ്ടേയിരിക്കും, ഓരോന്നോരോന്ന് തന്നോണ്ടേയിരിക്കും. അവരെല്ലാം പറയണം ഭഗവാനെ, ഭഗവാന്റെ ലീലകൾ ഞങ്ങൾ കുറെ കണ്ടതാ കേട്ടോ, ഇനി ഞങ്ങളെ ആ ലീലയിലിട്ട് അടയിക്കണ്ട. അതുകൊണ്ട് നോക്ക്, ഇവിടെ പട്ടത്തിരിപ്പാട് തന്നെ ഒരു എക്സാമ്പിളാണ്. അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃത പണ്ഡിതനാണ്, അതേപോലെ നല്ലൊരു ഇല്ലത്തെയാണ്, എല്ലാം തികഞ്ഞൊരു ആളായിരുന്നു ഭട്ടതിരിപ്പാട്. പക്ഷെ ആ ഭട്ടതിരിപ്പാടിനെ കടയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്താ കൊടുത്തത് നോക്ക്? സ്വന്തം ഗുരുവിന്റെ വാതരോഗമാതേറ്റ് അങ്ങേരെ ഏറ്റെടുത്തു എന്നുള്ളത്. ആ വാതരോഗത്തിലിട്ട് ചേരിക്കിട്ട് കടഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അദ്ദേഹം എങ്ങനെയായിരുന്നു? പിന്നെ ഗുരുവായൂരമ്പലത്തിൽ വരുവോ? ഇല്ല. ഇതേപോലൊരു 18,000 ശ്ലോകമുള്ള, പിന്നെ 24,000 ശ്ലോകമുള്ള രാമായണവും ഭാഗവതവും ഇതിന്റെയൊക്കെ സംക്ഷിപ്തമായിട്ട് ഈ നാരായണീയ എഴുതുമായിരുന്നു. ഇല്ല. അതൊക്കെ ഇത് ഇങ്ങനെ ഒരു കാവ്യം രചിക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് കൊടുത്തു? ഭട്ടതിരിപ്പാടിന് ഒരു അടി കൊടുത്തു. അതേപോലെ നമ്മളെ കൊണ്ട് ഭഗവാൻ എന്തൊക്കെയോ ചെയ്യാനുള്ള ഒരു പ്ലാനുകളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ദുഃഖം വരുന്നത്. ആ ദുഃഖം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ കൃഷ്ണനെ വിളിച്ച് എനിക്കൊന്നും ഇതാവുന്നില്ല, പണി നോക്കി, ഞാൻ ഇനി വിളിക്കുന്നതേ ഇല്ല, ഞാൻ ഒരു ഭഗവാനെയും വിളിക്കുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ കൃഷ്ണനെ വിട്ടിട്ട് വേറെ ദേവതകളുടെ പുറകെ പോവാ. അങ്ങനെയുള്ള ആ ഒരു സിസ്റ്റം വെക്കരുത്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണേ, എപ്പോഴും മോശപ്രാപ്തിയിലേക്കാണ് ഇനി നമുക്ക് ഈ കലികാലത്തില് ഈ സംസാരാഗ്നി വന്നു കിടന്ന് നമുക്ക് ഉഴലണ്ട. അതുകൊണ്ട് ഭഗവാന്റെ തിരു സന്നിധിയിലേക്ക് തിരിച്ചു പോകാം. ഭഗവാന്റെ തിരുലീലകളിൽ നമുക്കും പങ്കുകൊള്ളണം. അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു മാർഗത്തിലേക്കാണ്, കൃഷ്ണഭക്തിയിലേക്ക് ഭഗവാൻ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ചോദിക്കും കാര്യങ്ങൾ എങ്ങനെയാണ്? ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്ന് കുളിക്കൂ. ഒന്ന് കുളിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പൂജാമുറി എല്ലാം വൃത്തിയാക്കിയിട്ട് രാവിലെ ഒരു വിളക്ക് കൊളുത്തിയിട്ട്, ഞാൻ ഇന്നലെ പറഞ്ഞു 21 തുളസിയില, അല്ലെങ്കിൽ 11 തുളസിയില, അല്ലെങ്കിൽ 9 തുളസിയില, അല്ലെങ്കിൽ 7 തുളസിയില. തുളസി ഇഷ്ടംപോലെ ഉണ്ട്. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ പാദത്തിൽ വെക്കൂ. പണ്ടുള്ള ആൾക്കാർ നോക്ക്, അമ്മൂമ്മമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുളിക്കാൻ പറ്റില്ല, അവർക്ക് വേറൊരു അശുദ്ധി ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? കാലും കൈയും ഒക്കെ കഴുകി മുഖമൊക്കെ കഴുകി ഒരു താടൊക്കെ കൊടുത്തിട്ട് കെണ്ടിയിൽ വെള്ളം കൊണ്ടുവെക്കുവാന്ന്. അതിനകത്ത് പക്ഷേ അവർ നോക്ക്, അവർക്ക് എങ്ങനെ ഇത്രയും ജ്ഞാനം കിട്ടിയിരിക്കുന്ന അറിയാം. അതിനകത്ത് അവർ തുളസിയില ഇടുമായിരുന്നു. ആയില്ലേ മൊത്തം? എന്നിട്ട് ഒരു 10 നാരായണനെ വിളിക്കുമായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെയാ? ഇപ്പൊ ഭഗവാന്റെ ധാമിൽ തന്നെയായിരിക്കും അവരൊക്കെ, നിത്യലീലയില് പങ്കുകൊണ്ടിട്ടിരിക്കുമായിരിക്കും അവരൊക്കെ എന്നുള്ളതാ. കാലം കഴിഞ്ഞതോടുകൂടി ഉണ്ടല്ലോ കോലവും മാറാൻ തുടങ്ങി. അതാണ് പറ്റിയിരിക്കുന്നത്. ഒരു നിമിഷം ഭഗവാൻ കൃഷ്ണ എന്നുള്ള ആ ഒരു അർപ്പണം മതി നിങ്ങൾ. ഭഗവാൻ അല്ലാതെ മണിക്കൂറുകളോളം ഇരുന്നിട്ട് ചെല്ലണമെന്നൊന്നുമില്ല. അത് പക്ഷേ ചെല്ലാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ചെല്ലിന്. എത്ര നാമങ്ങളുണ്ടോ അത്രയും നമ്മുടെ വീട്ടില് ഭഗവാന്റെ ആ വാസം ഉണ്ടാവും. ഭഗവാന്റെ വാസം ഉണ്ടായാൽ എന്താ? ലക്ഷ്മി ദേവി അവിടെ വന്നിരിക്കുന്നതാണ്. അതാണ് വൃന്ദാവനത്തിൽ ഇസ്കോൺ മന്ദിറിൽ 24 മണിക്കൂറും കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ നാമം നടക്കുക. പക്ഷെ അവിടുത്തെ ആ ചൈതന്യം ഉണ്ടല്ലോ വേറെ ഒരു അമ്പലത്തിന് നമുക്ക് വൃന്ദാവനത്തിൽ കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? നാമത്തില് ഭഗവാൻ എങ്ങോട്ടാ പോകുന്നേ? ഭഗവാൻ എങ്ങോട്ടും പോകാൻ പറ്റില്ല, നാമം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ട് നാമങ്ങൾ കൂടുതൽ ജപിക്കുക, ജ്ഞാനം കൂടുതൽ സമ്പാദിക്കുക. എത്ര നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അത്രയും നിങ്ങൾ ഇതിനകത്ത് മുഴുകുക. ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും നമുക്കുണ്ടാവും. യാതൊരു സംശയം വേണ്ട, ഞാൻ 100% ഗ്യാരണ്ടി നിങ്ങൾക്ക് തരുക. ഹരേ കൃഷ്ണ. എല്ലാവരും ഇനി നമുക്ക് എന്ത് ചെയ്തു? ശനിയമ്പലത്തിൽ നിന്നും പിന്നെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കാളിന്തിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, വളരെ മംഗളമായിട്ട് കഴിഞ്ഞു. അവിടെ ചെന്നവർക്കെല്ലാം ശനി ഭഗവാൻ അനുഗ്രഹിച്ചു. അതുകൊണ്ട് യാതൊരുവിധ ശനിദോഷവും അവർക്കുണ്ടാവില്ല. നമുക്കും ആ ശനിയമ്പലത്തിൽ പോയി
അതുകൊണ്ട് നമുക്ക് ഇനി ശനിദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. മനസ്സാലെ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ദുർവാസാവിന്റെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. എന്നിട്ട് നമ്മൾ തിരിച്ച് ബോട്ടിൽ തിരിച്ച് ഇവിടെ വരുന്നു, മധുരൈ വരുന്നു. മധുരൈ വന്നിട്ട് ഹംസന്റെ കോട്ടയുണ്ട് അവിടെ എല്ലാം ഇപ്പോഴും ഉണ്ട്. അന്നത്തെ ആ കോട്ട ഇപ്പോഴും അവിടെ ഉണ്ടെന്നുള്ളതാ. എന്നിട്ട് നമ്മൾ അവിടേക്ക് ഒന്ന് പോയി കറങ്ങി തിരിച്ച് എവിടെ വന്നു, നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്നു. എന്നിട്ട് നമുക്ക് നമ്മുടെ വണ്ടി ഏതാണ്? നാരായണീയ വണ്ടി. ആ നാരായണീയ വണ്ടിയിൽ കയറി നമുക്ക് നാരായണീയ കളിക്കാം. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരിബോൾ. എങ്ങനെയുണ്ട് എല്ലാരും? എവിടം വരെ എത്തി? വണ്ടിയിൽ എത്തിയോ? എത്തി മാതാജി. ആ ഇനിയിപ്പം വൃന്ദാവനത്തിൽ പോകുന്നവർ ഈ ശനിയമ്പലത്തിൽ കൊണ്ടുപോകാൻ പറയണം കേട്ടോ. നിങ്ങൾ ആരുടെ കൂടെ പോകുന്നതെന്ന് വെച്ച് പറയാം. ഹരേ കൃഷ്ണ. ഹരിബോൾ. നമുക്കിനി നമ്മള് 5 ശ്ലോകം പഠിച്ചു കഴിഞ്ഞു. 5 ശ്ലോകത്തിൽ നമ്മൾ കണ്ടു അംഗരാജാവിന്റെ മകനായിട്ടുള്ള വേനന് അവന് ദുഷ്ടനായിരുന്നു. അതുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ അവൻ നിരോധിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? മഹർഷിമാരുടെ ഹുങ്കാര ശബ്ദത്തിൽ അവന് ഇല്ലാതായി. പക്ഷേ അമ്മയായിട്ടുള്ള സുനീതി എന്ത് ചെയ്തു? ആ മകനോടുള്ള ആ ഒരു പ്രേമത്തിലായിരിക്കും ഒരു പക്ഷേ എണ്ണത്തോണിയിൽ അവന്റെ ശരീരം ഇട്ട് വെച്ചിരുന്നു. ആ രാജാവിൽ വന്നപ്പോ രാജ്യത്ത് അരാജകത്വം അങ്ങോട്ട് വെക്കൂട്ടോ, അങ്ങോട്ട് വെക്കൂ. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അരാജകത്വം നാട്ടില് ഭയങ്കരമായിട്ട് തുടങ്ങുന്ന സമയത്ത് ഈ മഹർഷിമാരെല്ലാവരും കൂടി വന്നിട്ട് വേനനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. പക്ഷെ ആ വേനനെ അവരെ എല്ലാവരെയും എന്ത് ചെയ്തു? നിന്ദിച്ചു കഴിഞ്ഞപ്പോ അവര് എന്ത് ചെയ്തു? അവനെ ഇല്ലാതാക്കി. പക്ഷെ സുനീതി അമ്മ അവന്റെ ശരീരം എണ്ണത്തോണിയിലിട്ട് വെച്ചിരുന്നു. പക്ഷെ എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാല് മഹർഷിമാരെല്ലാവരും കൂടി ഇനി ഒരു രാജാവ് രാജ്യത്ത് വേണം. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ എണ്ണത്തോണിയിൽ നിന്ന് അവന്റെ ശരീരം എടുത്തിട്ട് കടഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊര് തൊട്ട് കടയുന്ന സമയത്ത് നിഷാദന്മാര് എന്ന് പറഞ്ഞാൽ അവന്റെ പാവങ്ങള് അത്രയ്ക്ക് ഒരു കറക്റ്റ് ഒരു വർഗങ്ങൾ ഇപ്പോഴും അവർ കാട്ടിലൊക്കെ താമസിക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ നിഷാദന്മാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഭുജം എന്ന് പറഞ്ഞ കൈ കടഞ്ഞ സമയത്ത് സാക്ഷാൽ ഭഗവാൻ തന്നെ അവതരിച്ചു അവിടെ ഋതുവായിട്ട് അവതരിച്ചു. പക്ഷേ ഭൂമിയെല്ലാം ആണെന്നുണ്ടെങ്കിൽ നിർജീവമായി പോയി. എന്തുകൊണ്ടാ? ഭഗവാന്റെ നാമങ്ങളില്ലല്ലോ. ഭൂമിദേവി എന്ന് പറഞ്ഞാൽ വിഷ്ണുഭക്തിയാ. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ നാമമുള്ളിടത്ത് ഇവരെല്ലാവരും കൃപ ചൊരിയത്തുള്ളൂ. അതുകൊണ്ട് വെറും തരിശു ഭൂമിയായി പൃഥുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഭൂമിയോട് വിവരങ്ങൾ പറയുന്നു. പക്ഷെ ഭൂമിദേവി എന്ത് ചെയ്യുന്നു? ഒരു ഗോരൂപത്തില് പശുവിന്റെ രൂപത്തില് ഭൂമിദേവി ഓടാൻ തുടങ്ങി. പക്ഷെ പൃഥു പുറകെ ചെന്നിട്ട് ഭൂമിദേവി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇനി അങ്ങനെ നിന്റെ ഭൂമിയിൽ ഉണ്ടാവില്ല, എല്ലാവരും ഭക്തരായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭൂമിദേവി ഓരോ ആൾക്കാർ പൃഥു ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പശുവിന്റെ ഇതിൽ നിന്നിട്ട് അങ്ങോട്ട് നിന്നിട്ട് ദേവന്മാർക്ക് എന്തൊക്കെ വേണം, പിന്നെ അങ്ങനെ ഓരോരുത്തർക്കും എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കറന്ന് അവര് പിന്നെ സ്വസ്ഥമായിട്ട് പൃഥു അവരെ പറ്റുന്നതാണ്. പിന്നെയും കുറച്ചുകൂടെ ഉണ്ട്. അത് പിന്നെ നമുക്ക് പഠിക്കുമ്പോൾ കാണാം. 5 വരെ നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഭൂയസ്ഥാ നിജകുലമുഖ്യവർഷയുക്തേ ദേവാത്തെ സമുചിരചാരുഭാജനേഷു അന്നാദീനെ അഭിലഷിതാനി യാനിതാനി സത്യന്തം പുരവിതനോ മധൂതുകസ്ഥ. ഭൂയസ്ഥാ നിജകുലമുഖ്യവത്സയുക്തേ ദേവാത്തെ സമുചിരചാരുഭാജനേഷു അന്യാദീനെ അവിലഷിതാനി യാനിതാനി സച്ചന്തം സ്വരവിതനു മധൂതുകസ്ഥ. ഭൂയസ്ഥാ നിജകുലമുഖ്യ വത്സയുക്തേ ദേവാത്തെ സമുചിത ചാരു ഭാജനേഷു അന്യാദീനെ അവിലഷിതാനി യാനിതാനി സ്വച്ഛന്തം സ്വരവിതനും അദൂതുകസ്ഥം. സ്വച്ഛന്തം സ്വരവിതനും അദൂതുകസ്ഥം. ദേവാത്തെ സമുചിത ചാരുഭാജനേഷു അന്യാദീന് അഭിലഷിതാനി യാനി താനി. അഭിലഷിതാനി യാനി താനി. ഒന്ന് വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ മാതാജി. ഭൂയസ്താം നിജകുലമുഖ്യ വത്സയുക്തൈർ ദേവാദ്യ സമുചിത ചാരുഭാജനേഷു അന്നാദീന്യഭിലാഷിതാനി താനി താനി സ്വച്ഛന്തം സുരപിതനു അതുദുഹസ്ത്വം. ഹരേ കൃഷ്ണ മാതാജി. ഹരിബോൾ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അടുത്ത ആൾ വായിക്കൂ. ഹരേ കൃഷ്ണ. ഭൂയസ്താം നിജകുലമുഖ്യ വത്സലിക്തൈ
ദേവാദൈ സമുചിത ചാരുപാചനേഷു അന്നാദീനാഭിലഷിതാനി യാനി താനി സ്വച്ഛന്ദ സുരഭിതനു മധു ദുഹസ്തം. ഹരേ കൃഷ്ണ. വായിക്കും, പെട്ടെന്ന് പെട്ടെന്ന് വായിക്കും. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. ഭൂയസ്താം നിജകുലമുഖ്യ വത്സയുക്തേ ദേവാദ്യൈ സമുചിത ചാരുഭാജനേഷു അന്നാദീന അഭിലഷേ താനി 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 സ്വച്ഛന്തം സുരഭിതനു മധു ദുഹസ്ത്വാം. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രവചോട് വായിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭൂയസ്താം നിജകുലമുഖ്യ ദേവാദൈസ്യ മുചിതചാരുപാചനേഷു അന്നാദിന്നഭിലഷിതാനി താനി താനി സ്വച്ഛന്ദം സുരവിതനു മധുദു ഹസ്തം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. പൂയസ്താം നിജകുല മുഖ്യ വത്സയുക്തി. ഭൂമിദേവി എന്തായിരുന്നു? ഗോരൂപിയായിട്ടല്ലേ പോയത്? പശുവിന്റെ രൂപത്തിലാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ പൃഥു എന്ത് ചെയ്തു? ദേവാത്തെ സമുദ്ര ചാരുപാചനേഷു, ദേവന്മാർക്കല്ല അവർക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കറന്നെടുക്കാൻ വേണ്ടിയിട്ട് ഭൂമിദേവിയിൽ നിന്നിട്ട് അവർക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഏറ്റെടുത്തു. അന്യാദീൻ അഭിലഷി താനി യാനി താനി, ആർക്ക് എന്തൊക്കെ അഭിലാഷമുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് അതെല്ലാം അവർക്ക് നൽകി. ഗോരൂപിയായിട്ടുള്ള ഭൂമിദേവി. സത്യന്ത സ്വരവിതനു മധുരഗസ്തം. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നു അതുവിന്റെ ഭരണക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ കടമയെ അവിടെ ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. പൃഥു എന്താ ചെയ്തത്? പശുവായിട്ടുള്ള ഗോരൂപിയായിട്ടുള്ള ആ ഭൂമിദേവി ആണെന്നുണ്ടെങ്കിൽ ആദ്യം വിസമ്മതിച്ചു എന്നുള്ളതാ. എന്നിട്ട് ഭൂമിദേവിയെ പൃഥു കൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നു. പക്ഷേ എന്താ അപ്പോഴത്തേക്ക് ഭൂമിദേവി മാപ്പ് പറഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഭൂമിദേവിയെ കൊണ്ട് ഇരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ഒരു ഭരണാധികാരി അവരുടെ പ്രജകൾ അവർക്ക് വേണ്ടിയിട്ടായിരിക്കില്ല അവർ ജീവിക്കുന്നത്, അവരുടെ പ്രജകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഓർത്തെടുക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് ആ പ്രജകൾക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ചെയ്തു കൊടുക്കുന്നതാണ് ഒരു നല്ല ഭരണാധികാരിയുടെ ലക്ഷണമെന്ന് നമ്മൾ പൃഥുവിനെ കൊണ്ട് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നു. നോക്കൂ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗവതമോ ഭഗവത്ഗീതയോ ഒക്കെ ഉണ്ടല്ലോ, വെറും ഒരു പുസ്തകത്തായിട്ട് കാണരുത്. അതിൽ ഓരോ അക്ഷരത്തിലും ഓരോ സെന്റൻസിലും ഉണ്ടല്ലോ ഓരോരോ മീനിങ്, ഹിഡൻ മീനിങ് അകത്ത് ഒളിഞ്ഞിരിക്കുക അതിന്റെ മീനിങ് എന്ന്. ഇത് പൃഥുവിനെ കൊണ്ട് നമ്മൾ കാണിപ്പിക്കുന്ന എന്താ? നല്ല ഒരു ഭരണാധികാരി അവരുടെ പ്രജകൾക്ക് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ചെയ്തു കൊടുക്കുക, സാക്ഷാത്കരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതാണ്. ആത്മാനോ യജതി മഹേത്വയേ ത്രിധാമാൻ ആരപ്തേ സതതമവാജിമേതയാഹേ. ആത്മാനോ യജതി മഹേത്വയേ ത്രിധാമൻ ആരപ്തേ സതതമവാജിമേതയാഹേ. അർദ്ധാലു ശതമഹേത്യ നീചവേക്ഷ കൃത്യാസം തവതനയാ പരാജിതോ ഭൂതേ. ആത്മാനോ യജതി മഹേത്വയേ ത്രിധാമൻ ആരത്തെ സതതമവാജിമേതയാഹേ. സ്പർദ്ധാലു ശതമഹയേത്യ നീജവേക്ഷ കൃത്വാസം തവതനയാ പരാജിതോ ഭൂതേ. ആത്മാനെ യജതി മഹേ ത്വയി ത്രിധാമൻ ആരത്തെ സതതമവാജിമേതയാഹേ. സ്പർദ്ധാലു ശതമഹയേത്യ നീജവേക്ഷ കൃത്വാസം തവതനയാ പരാജിതോ ഭൂത്. വായിക്കാമോ? ആത്മാനം യജതി മഹൈസ്ത്വയി ത്രിധാമൻ ആരബ്ധേ ശതതമവാജിമേധയാഗേ. സ്പർദ്ധാലു ശതമഖ ഏത്യ നീജവേഷ കൃത്വാശ്വം
തവ തനയാത് പരാജിതോ ഭൂത്. പേരെന്താ? സുശീല. എന്ത്? സുശീലയമ്മ. നോക്കൂ, കാവല് വായിക്കുന്നയാണോ? അയ്യോ അല്ല. അല്ല അല്ല അല്ല. പോയി കേട്ടോ. നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീട്ടിയെടുക്കും. ഈ നാരായണത്തിന്റെ ട്യൂൺ അതല്ല. നാരായണത്തിന്റെ ട്യൂൺ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സാന്ദ്രാനന്ദം, മോശാസ്ത്രി, അതിന്റെ കല്യത. അന്നേരം ഓരോന്നിനും ഓരോ ട്യൂണുകളാണ്. അന്നേരം അതിന്റെ ഭാഗവത ട്യൂണിലോട്ട് പോകണ്ട. ആ നീട്ടല് വെക്കാതെ അല്ലാതെ നമ്മള് നാരായണത്തിന്റെ ട്യൂണിൽ നല്ലതായിട്ട് വായിച്ച നല്ല സൗണ്ടുമാണ് കേട്ടോ. പക്ഷെ ഇതൊന്നും വേറൊരാൾ ഹരേ കൃഷ്ണ. ആത്മാന യജതി മഹൈസ്തൈത്രിതാമൻ ആരബ്ധേ ശതതമവാജിമേതയാഗേ സ്പർത്താലു ശതമകയേത്യ നീചവേഷേ കൃത്വാശം തവ തനയാത് പാരിജാതോഭൂത്. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രവചനം വായി. ഓം നമോ ഭഗവതേ വാസുദേവായ. ആത്മാനാം യജതി മഹൈസ്ത്വയി ത്രിധാമ ആരബ്ധേ ശതതമവാജി മേധയാഗേ സ്വവർത്താലു ശതമക ഇത്യനിജേ വേഷോ ഹത്യാം തവ തനായാത് പാരിജിതോ ഭൂത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാന യജതി മഹേത്വയി ത്രിധാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൃഥു എന്ത് ചെയ്തു? 100ാമത്തെ യാഗം നടത്തുക. ത്രിധാമ യജതി മഹേത്വയി ത്രിധാമൻ. എന്താ? ആത്മാന് തന്നെ തന്നെയാണ് അത് ജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ വിഷ്ണു തന്നെയല്ലേ പൃഥു വന്നിരിക്കുന്നത്. പക്ഷെ മാലോകരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? യജ്ഞങ്ങളും യാഗങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ 100ാമത്തെ യജ്ഞം നടത്തുന്ന സമയത്ത് ശതമകന് ആരത്തെ ശതമവാജി മേധയാകി എന്ത് ചെയ്തു? ശതമകൻ സ്പർദ്ധാലു ശതമകൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനു പേടിയായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 100 അശ്വമേധ യജ്ഞം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും? അവർക്ക് ഇന്ദ്രപട്ടം കൊടുക്കണം. പക്ഷെ ഇത് സാക്ഷാൽ ഭഗവാനാണെന്നൊന്നും ഈ ശതമകൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ അറിയില്ലല്ലോ. അതുകൊണ്ട് ഈ ഇന്ദ്രൻ എന്തു ചെയ്തെന്ന് അറിയാമോ? കൃത്വാശൻ തവതനാ പരാജിതോ പോലെ. അത് ആ യജ്ഞം മുടക്കാൻ വേണ്ടിയിട്ട് യജ്ഞത്തിന് കുതിരകളുണ്ടല്ലോ, ആ കുതിരയെ കട്ടുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ആത്മാന യജതി മഹൈത്വയി ത്രിധാമ. അത് ഒരു രസമായിട്ടുള്ള കാര്യമാണ്. തന്നെ തന്നെ പൂജിക്കുന്നു എന്നുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയല്ലേ, ഭഗവാന്റെ അംശം തന്നെയല്ലേ പൃഥു. ആ തന്നെ ആത്മാന യജതി മഹൈത്വയി ത്രിധാമൻ, തന്നെ തന്നെ പൂജിക്കുന്നതായിട്ടുള്ള ആ ഇതില് ആരത്തെ ശതമ വാജിമേധയാഗ അശ്വമേധയാഗം നടത്തുന്നു. അന്നേരം എന്ത് പറ്റി? സ്പർദ്ധാലു ശതമക ഏത്യ നീചവേഷം. ആ നീചവേഷനായിട്ടുള്ള ശതമകനെ ഇന്ദ്രൻ എന്തു ചെയ്തു? സ്പർദ്ധാലു അസൂയ ഉണ്ടായി. കൃത്വാശം തവ തനയാ പരാജിതോ പോലെ. അങ്ങയെ പരാജിതപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവൻ കുതിരയെ കട്ടുകൊണ്ട് പോകും. ദേവേന്ദ്രം മുകുരുദിവാജിനം കരത്തം മുനിവര മണ്ഡലേ ജുഭൂഷോ ചുണ്ടാനേ കമലഭവേ കൃതോ സമാപ്തോ സാക്ഷാത്തം മതിഭൂമേ ഐശ്യദാ സ്വയം സാ. ദേവേന്ദ്രം മുകുരുദിവാജിനം കരത്തം മുനിവര മണ്ഡലേ ജുഭൂഷോ ചുണ്ടാനേ കമലഭവേ കൃതോ സമാപ്തോ സാക്ഷാത്തം മതിഭൂമേ ഐശ്യദാ സ്വയം സാ. ദേവേന്ദ്രം മുഹുരുദിവാജിനം ഹരന്ത വഗ്നത്തം മുനിവര മണ്ഡലേ ജുഗൂഷു ചുണ്ടാനേ കമലഭവേ കൃതോ സമാപ്തോ സാക്ഷാത്തം മതിരിഭൂമി അശ്വദാ സ്വയം സ്വം. ദേവേന്ദ്ര മുഹുരുതി വാജിന ഹരന്ത വഗ്നത്തം മുനിവര മണ്ഡലേ ജുഗുഷു രുന്ദാനേ കമലഭവേ കൃതോ സമാപ്തോ സാക്ഷാത്തം മതിരിഭൂമി ഐശ്യദ സ്വയം. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദേവേന്ദ്രം ഉപരിദിവാജിനം ഹരന്തം അഗ്നൗദം മുനിവരമണ്ഡലേ ജുഹൂഷൗ യുന്ധാനേ കമലഭവേക ക്രതോ സമാപ്തൗ സാക്ഷാത്വം മധുരിഭൂമൈക്ഷതാ സ്വയം സം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണജി. ഹരേ കൃഷ്ണ. ദേവേന്ദ്രം മുഹുരുദിവാജിനം ഹരന്തം
वह्नौ तं मुनिवरमण्डले जुहूष्टौ रुन्धाने कमलभवे क्रतो समाप्तौ साक्षात् त्वं मधुरिपुमैक्षथा स्वयं स्वं। हरे कृष्ण। ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ മാതാജി. ദേവേന്ദ്രം മുഹുരിതി വാജിനം ഹരന്തം പർണൗ ത്വം മുനിവരമണ്ഡലേ ജുഹൂഷൗ വൃന്ദാനേ കമലഭവേ കൃതോ സമാപ്തൗ സാക്ഷാത് ത്വം മധുരിപുമക്ഷതൈ സ്വയം സ്വം. വെരി ഗുഡ്. ഒരു പ്രവചനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ദേവി ഹരേ കൃഷ്ണ. ദേവേന്ദ്രം മുഹുരിവാജിനം ഹരന്തം വാഹനൗ തം മുനിവരമണ്ഡലേ ജുഹുഷൗ വൃന്ദാനേ കമലഭവേ ക്രതോസ്മാപ്തൗ സാക്ഷാത് ത്വം മധുരിപുമൈക്ഷതാ സ്വയം സം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അരെ ദേവേന്ദ്ര മുഹുരി വാജിന ഹരം. ഈ ദേവേന്ദ്രൻ ഉണ്ടല്ലോ കൂടെ കൂടി ഇതേപോലെ ആരെങ്കിലും യജ്ഞങ്ങളോ വല്ലതും നടത്തിക്കൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ഈ വാജിന ഹരന്ത എന്നിട്ട് കുതിരകളെ കട്ടുകൊണ്ട് പോവുക. അതെന്ത് ചെയ്തു? അന്നേരം ഭക്തത്വം മുനിവര മണ്ഡലേ ജുഗുഷു. മുനിമാരെല്ലാരും കൂടെ ഒരു യോഗം ചേർന്നിട്ട് എന്ത് ചെയ്തു? ഈ ദേവേന്ദ്രനെ സമാപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യാഗം നടത്തുകയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവേന്ദ്രനെ നമ്മൾ മുമ്പേ കണ്ടു, കപിലന്റെ കണ്ടു. കപിലനും അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ യാഗം ചെയ്യാൻ തുടങ്ങിയപ്പോഴും എന്ത് ചെയ്തു? പിന്നെ അതിന് തടസ്സം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നരനാരായണന്മാരെ നമ്മളെ കണ്ടു. പിന്നെ ഇപ്പം പൃഥുവിന്റെ. അതായത് ഈ മുനിമാർക്ക് ഈ ശതമകനെ കൊണ്ട് ഇന്ദ്രനെ കൊണ്ട് സഹിക്കാൻ വയ്യാതിട്ട് അവരെന്ത് ചെയ്തു? ഇന്ദ്രനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു യാഗം നടങ്ങുന്നു. പക്ഷേ വൃന്ദാനേ കമലഭവേ ക്രതോ സമാപ്തം. ഇന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഭക്തൻ തന്നെയാ. പക്ഷെ ഭക്തനായി കഴിഞ്ഞാൽ പോലും ഉണ്ടല്ലോ, ഇന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗലോകത്തിലെ അധിപനല്ലേ. അവിടെ ആ സ്വർഗലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളിലും കിടന്ന് മുഴുകുക. ആ സുഖസൗകര്യങ്ങളിൽ മുഴുകുന്ന സമയത്തുണ്ടല്ലോ ഇന്ദ്രന് അതിൻ്റെതായിട്ടുള്ള ചിലപ്പം ഇങ്ങനെ അഹങ്കാരം വരും. അഹങ്കാരം വന്നിട്ട് ഒരടി കൊടുത്തിട്ട് അതങ്ങ് ഇന്ദ്രനെ സർവനാശം വരും. പക്ഷെ പിന്നെ ഇന്ദ്രൻ കരഞ്ഞു വിളിച്ച് ഭഗവാനെ സൂചിച്ച് പിന്നെ ഇന്ദ്രന് ഇന്ദ്രപട്ടത്തിൽ വരും. പിന്നെ അങ്ങനെ ഇങ്ങനെ കൂടി ഇന്ദ്രൻ ഓരോ അടികൾ വരും. പക്ഷെ ഇന്ദ്രൻ ഇതിലൊന്നും പഠിക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുകൾ ഇന്ദ്രന് കൂടെ വരുന്നുണ്ട്. ഇവിടെ അത് എന്നെ സംഭവിച്ചത്, ഇങ്ങനെ കൂടെ കുതിരകളെ യാഗം മുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തു? മഹർഷിമാർക്ക് സഹിയിട്ടിട്ട് അവർ യാഗം നടത്തുന്നു. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാ? ഇന്ദ്രനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ രുന്ദാനെ കമലഭവേ ക്രതോ സമാപ്തോ. ഇവിടെ കമലഭവനായി വന്നു. ആരാണ് കമലഭവന്? ബ്രഹ്മാവ് വന്നിട്ട് എന്തിനു? സമാപിപ്പിച്ചു. അവര് മുനിമാരോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുത്, അത് ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ ഈ യാഗം നിർത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മുനിമാരെ യാഗം നിർത്തി. സാക്ഷാത്തം മധുരഭൂമി അച്ഛതാ സ്വയം. എന്നിട്ട് ഇന്ദ്രനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതെന്തുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? നിന്തിരുവണ്ടി തന്നെ എന്ന് പറഞ്ഞാൽ പൃഥു തന്നെ തന്നെയാണെന്നുണ്ടെങ്കിൽ വിഷ്ണു അല്ലേ, വിഷ്ണുവായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൃഥു തന്നെ വിഷ്ണുവാണ്. ആ വിഷ്ണുവായിട്ടുള്ള ആ ഒരു രൂപത്തിൽ എല്ലാവർക്കും ആ ഒരു ദർശനം കൊടുക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു ഇത് വരും. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേഘാ ഗംഗാത്തെ വിഹിതപദാ കഥാപി ദേവാ സത്രസ്തം മുനിനിവഹംകിതാന് സംശയേനായ ശിഷ്ടാസനകമുഖാ മുനീൻ പുരസ്താദ്. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേഘാ ഗംഗാത്തെ വിഹിതപദാ കഥാപി ദേവാ സത്രസ്തം മുനിനിവഹം ഇതാന് സംശയേൻ അശിഷ്ടാസനകമുഖാൻ മുനീൻ പുരസ്താദ്. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേഘാ ഗംഗാന്തേ വികിരപദാ കഥാപി ദേവാ സത്രസ്തം മുനിനിവഹം ഹിതാന് സംശയേൻ അശിഷ്ടാസനകമുഖാൻ മുനീൻ പുരസ്താദ്. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേഘാ ഗംഗാന്തേ വികിരപദാ കഥാപി ദേവാ സത്രസ്തം മുനിനിവഹം ഹിതാന് സംശയേൻ അശിഷ്ടാസനകമുഖാൻ മുനീൻ പുരസ്താദ്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തദ്ദത്തം വരം ഉപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിത പദകഥാപി ദേവ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസ ഐശിഷ്ടാസനകമുഖാൻ മുനീർ പുരസ്താദ്. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേഘാം
ഗംഗാത്തെ വിഹിത പദ കഥാവിദേവ ശസ്ത്രസ്ത മുനിനിവഹം ഹിതാനി ശംസൻ ഐശിഷ്ട സനകമുഖൻ മുനീൻ പുരസ്താദ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദ കഥാഭിദേവ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസ നൈശിഷ്ടാം സനകമുഖൻ മുനീർ പുരസ്താദ്. ഹരേ കൃഷ്ണ. സംശന്റെ അവിടെ മേളിലെടുക്കണ അശിഷ്ട സനകമുഖാൻ മുനി. കേട്ടോ, ഗുരുവായൂർ ദേവസ്വത്തിന്റെ ബുക്ക് വായിച്ചാൽ മതി. നല്ല വലിയ അക്ഷരത്തിലുള്ള സ്പ്ലിറ്റ് ചെയ്ത ഇത് കിട്ടും കേട്ടോ. അങ്ങനെയുള്ള ബുക്ക് വായിക്കണം. ഇത് ഒരുമിച്ച് എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ പ്രശ്നം വരും. ഇങ്ങനെ ഇതേപ്പോ സംശൻ നമ്മൾ മേളിലെടുത്തു, എന്നിട്ട് ഐശിഷ്ട എന്ന് പറയണം. അത് ഒരു പ്രവചോട് വായിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദ തദാവിദേവാം സത്രസ്തം മുനിനിവാഹം ഹിതാനി ശംസ നൈശിഷ്ടം സനകമുഖൻ മുനീൻ പുരസ്താദ്. ഹരേ കൃഷ്ണ. അത് തന്നെ ഞാനിപ്പം പറഞ്ഞത്. ഒന്ന് ഒരു പേന കൈ വെച്ചേക്കണ. ഇതാണ് സംശൻ. ആ എന്നെ അവിടെ എടുത്തു, എന്നിട്ട് താഴെ ഐശിഷ്ട എന്ന് വരും. നൈശിഷ്ട അല്ല വരുന്ന ഐശിഷ്ട. സംശൻ എന്നിട്ട് ഐശിഷ്ട. തദ്ദത്തം പരമവ ലഭ്യ ഭക്തിമേഘ പൃഥുവിന് തന്നെയാണെന്നുണ്ടെങ്കിൽ ഭഗവാന് വിഷ്ണു ഭഗവാൻ എന്റെ തന്നെയാണ്, ഞാൻ തന്നെയാണെന്നുള്ള ആ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആ ഭക്തി എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള രീതിയിൽ ഗംഗാതടത്തിൽ ചെന്നിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തത്വോപദേശം കൊടുക്കാൻ, ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള തത്വോപദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ഗംഗാതടത്തില് ചെന്നിരിക്കുന്ന സമയത്ത് അവിടെ ആരാണ് വരുന്നത്? സനകമുഖാൻ മുനീൻ പുരസ്താദ്. സനകാദികൾ അവിടെ എത്തുന്നു എന്നുള്ളതാ. ആ ഭഗവാന്റെ പൃഥുവാണ്. പക്ഷെ നോക്കൂ, ഈ ലോകത്ത് വന്നിരിക്കുന്നു. പക്ഷെ ആണെന്നുണ്ടെങ്കിൽ ആ ലോകത്തിൽ വന്നിരിക്കുമ്പോ ഭഗവാൻ സ്വയം തന്നെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ തന്നെയാണ് ഇത്, ഞാൻ തന്നെയാണ് നീ. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഭക്തി എല്ലാവർക്കും കൊടുക്കണം. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓർമ്മപ്പെടുത്തി ദൃഢഭക്തി എല്ലാവർക്കും കൊടുക്കൂ എന്നുള്ള ഓർമ്മപ്പെടുത്തിയിട്ട് ഗംഗാതടത്തിൽ പോയിരുന്നിട്ട് എല്ലാവർക്കും ഭക്തി ഉപദേശം, ഭക്തിമാർക്ക് ഭക്തിയോഗം കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? അവിടെ ആരാ വരുന്നത്? സനകാദികൾ വരുന്നു എന്നുള്ളതാ. എന്താ പറയുന്നത്? ശ്രീരാമചന്ദ്രനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ 14 വർഷം ഇല്ല, ശ്രീരാമചന്ദ്രനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുവാ രാജാഭിഷേകം എല്ലാം ദശരഥൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ദേവന്മാർക്ക് ഒരു സംശയം വന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭഗവാന് ഈ ഭൂലോകത്ത് മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുന്ന ആ മാനുഷികമായിട്ടുള്ള ആ ബന്ധനങ്ങളിലും പെടുമോ എന്നുള്ള ഒരു സംശയം വന്നിട്ട് നാരദരെ അവരെ പറഞ്ഞു വിട്ടു എന്നുള്ളതാ. അങ്ങ് ഇത് അങ്ങയുടെ അവതാര ലക്ഷ്യം തന്നെ എന്താണ്? രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ രാജ്യം ഭരിച്ച് ഇവിടെ തന്നെ അന്നേരം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് എല്ലാം അറിയാൻ നാരദരെ, നിങ്ങൾ വിഷമിക്കണ്ട, നാളെ തന്നെ ഒരു പരിഹാരം വരുമെന്ന് എന്ന് പറയുന്നത് പോലെ ഇവിടെ അതേപോലെയാണ് പൃഥു. സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന്റെ ആ ദൃഢഭക്തി എല്ലാവർക്കും കൊടുക്കാൻ, ഭഗവാന് ദൃഢഭക്തി എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഗംഗാതീരത്തിൽ എന്നിരുന്നിട്ട് ഇങ്ങനെ ലെക്ചർ കൊടുക്കുന്ന സമയത്ത് അവിടെ സനകാദികൾ വരുന്നു. വിജ്ഞാന സനകമുഖോദിതം ദദാന സാത്മാന സ്വയമകമോ വനാന്ത സേവി തദ്ദാതു പൃഥു പൗരീശ സത്വരം മേ രോഗൗക്യം പ്രശമയവാദഗേഹവാസ. വിജ്ഞാന സനകമുഖോദിതം ദദാന സാത്മാന സ്വയമകമോ വനാന്ത സേവി തദ്ദാതൃ പൃഥു വപുരീശ പൃഥു വപരീഷ സത്വരം മേ രോഗൗക്യം പ്രശമയ വാദഗേഹവാസിൻ. വിജ്ഞാനം സനകമുഖോദിതം ദദാന സാത്മാന സ്വയമകമോ വനാദ സേവി തദ്ദാത് പൃഥു വപരീഷ സത്വരം മേ രോഗൗക്യം പ്രശമയ വാദഗേഹവാസി. തദ്ദാതൃക് പൃഥു വപുരീഷ സത്വരം മേ. വിജ്ഞാനം സനകമുഖോദിതം ദദാന
സാത്മാന സ്വയമകമോ വനാന്തസേവി തദ്ദാദൃക് ഋതു പവരീശ സത്വരം മേ രോഗൗക്യം പ്രശമയ വാദഗേഹവാസിൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. വിജ്ഞാനം സനകമുഖോദിതം ദധാന സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഖം പ്രശമയ വാദഗേഹവാസിൻ. വെരി ഗുഡ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിജ്ഞാനം സനകമുഖോദിതം ദധാന സ്വാത്മാനം സ്വയമഗോ അഗമോ വനാന്തസേവി തത്താദൃക്പൃഥുവപുരീശ സത്വരം മേ രോഗൗഖം പ്രശമയ വാദഗേഹവാസിൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. വിജ്ഞാനം സനകമുഖോദിതം ദധാന സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി പൃഥുവപുരീശ സത്വരം മേ. രണ്ടുപേരിടയ്ക്കായോ? വായിക്കൂ. ഹരേ കൃഷ്ണ. വിജ്ഞാനം സനകമുഖോദിതം ദധാന സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗഖം പ്രശമയ വാദഗേഹവാസിൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിജ്ഞാനം നമുക്ക് ഇവിടെ ഭഗവാനായിട്ട് ഭഗവാൻ എന്താ അറിയില്ലേ ഒന്നും, എന്നിട്ട് കൊണ്ടല്ലോ സനകാദികളെ നിന്നിട്ട് ജ്ഞാനം എടുത്തു എന്നുള്ളത്. അതാണ് പറയുന്നത്. ആ ഭഗവാൻ പോലും എത്രയാ താഴ്മയാണ് കാണിക്കുന്നതെന്ന് പോലും ഭഗവാനിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത് എന്നുള്ളത്. വേദങ്ങളും എല്ലാം ഭഗവാനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ചതുശ്ലോകി ഭാഗവതം ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തത് പോലും ഭഗവാനാണെന്നുള്ളത്. അങ്ങനെ ആ ഭഗവാനിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത്. പക്ഷെ നോക്ക് മാലോകരെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നോക്ക് സനകാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു സനൽകുമാരന്മാർ 4 വയസ്സുള്ള കുമാരന്മാരായിട്ട് അവര് ഈ ലോകം മൊത്തം ഇങ്ങനെ നടക്കുന്നത് എന്നുള്ളതാണ്. അവരിൽ നിന്നിട്ട് വിജ്ഞാനം നേടി എന്നുള്ളത് മനസ്സിലായി പറഞ്ഞേ. ജ്ഞാനം നേടിക്കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ താൻ തന്നെയാണ് സാക്ഷാൽ വിഷ്ണു എന്നുള്ള ആ ഇതുണ്ട്. അതുകൊണ്ട് എന്തായി പിന്നെ തപോവനവാസിയായിട്ട് അങ്ങ് മാറുക ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ സ്വലോകത്തിലേക്ക് തന്നെ ഭഗവാൻ തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ള ഭഗവാനെ എന്ത് ചെയ്യണം? രോഗൗക്യം പ്രശമയ വാദഗേഹവാസീനെ അങ്ങനെയുള്ള ഭഗവാനെ എന്റെ ആ രോഗങ്ങളെയെല്ലാം മാറ്റിത്തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഭട്ടതിരിപ്പാട് ഇവിടെ ഉണ്ടെങ്കിൽ ഈ നാരായണീയത്തിന്റെ ഈ ദശകം അവസാനിപ്പിക്കുന്നത്. വിജ്ഞാനം സനകമുഖോദിതം ദധാന. സനകാദികളുടെ മുഖത്തിൽ നിന്നിട്ട് വിജ്ഞാനം നേടിയിട്ട് എന്ത് ചെയ്തു? സാത്മാന സ്വയമകമോ വനാന്തവേസി. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? തപോവനവാസ് വനത്തിൽ പോയി സ്വയം തപസ് ചെയ്ത് സ്വയം അവൻ തന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ള ആ ഭഗവീശ എന്ത് വേണോ? സത്വരമേ രോഗൗക്യം പ്രശമയ വാദകേഹവാസി. ഭഗവാനെ എന്താ വേണ്ടുന്നത്? എന്റെയും കൂടി ഈ രോഗത്തെ ഇല്ലാതാക്കി തരണമേ, എന്റെ കൂടി ഈ രോഗത്തെ മാറ്റി തരണമേ എന്നുള്ള ഭട്ടതിരിപ്പാടിന്റെ പ്രാർത്ഥനയാണ് ഇവിടെ നമ്മൾ അവസാനം കേൾക്കുന്നത് എന്നുള്ളതാ. ഭട്ടതിരിപ്പാട് എല്ലാത്തിനകത്തും പറയുന്നുണ്ട്, ഭഗവാനെ എന്റെയും കൂടി രോഗം ഭേദമാക്കി തരണേ, എന്റെയും കൂടി രോഗം ഭേദമാക്കി തരണേ, എന്റെയും കൂടി. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇത് എഴുതുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? വാദരോഗ നിവാരണത്തിന് വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത് കൂടി എന്നുള്ളതാ. അങ്ങനെ പട്ടതിരിപ്പാടിന് എഴുതാൻ പറ്റുന്നില്ല. പക്ഷെ അതെന്നുണ്ടെങ്കിൽ മാതൃത്വത്തിൽ എന്ന് പറയുന്നത് തന്റെ സഹോദരനെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ സഹോദരനാണ് എഴുതുന്നത് എന്നുള്ളതാ. ആ ഒരു സ്ഥിതിയിലാ ഭട്ടതിരിപ്പാട്. എന്നിട്ട് കൂടി നോക്കുപോലും ഭഗവാന്റെ ആ 18,000 ശ്ലോകങ്ങളുള്ള ആ ഭാഗവതവും രാമായണവും ഭഗവത്ഗീത എല്ലാം ഉൾക്കൊണ്ടിട്ടാണ് ഈ നാരായണ എഴുതിയെന്നുള്ളത്. അതുകൊണ്ട് ഇത്രയും ഈ നാരായണീയത്തിന് ഇത്രയും പ്രാധാന്യമുള്ള എന്നുള്ളത്. എല്ലാത്തിന്റെ അന്തസത്ത. നമ്മളെങ്ങനെയാ ഇപ്പൊ ഒരു മാങ്ങ എടുത്തു കഴിഞ്ഞാൽ പഴുത്ത മാങ്ങ, പക്ഷെ അതിന്റെ തൊലി കളഞ്ഞിട്ട് അകത്ത് ചെന്നെങ്കിലല്ലേ നമുക്ക് അതിന്റെ മാധുര്യം അറിയാൻ പറ്റത്തുള്ളൂ. ആ തൊലി മാത്രം കടിച്ചു തിന്നു കഴിഞ്ഞാൽ അതിന്റെ മാധുര്യം അറിയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് പോലെയാ ഈ ഭാഗവതത്തിന്റെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലും രാമായണത്തിന്റെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാത്തിന്റെയും കൂടെ സത്ത് എടുത്തിട്ടാണ് ഈ അതിന്റെ ചാറെടുത്തിട്ടാണ് നമ്മളെ ഈ നാരായണീയം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ആ മാധുര്യം ഉണ്ടല്ലോ, അനുഭവിച്ചറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഉൾക്കൊള്ളണം. അത് എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ
ഭഗവാനോട് നമ്മൾ കേണു വീണ് പ്രാർത്ഥിക്കണം. ഇപ്പം പട്ടതിരിപ്പാട് എങ്ങനെയാ ഇപ്പൊ കേണു വീണ് പ്രാർത്ഥിക്കുന്നേ? ഭഗവാനെ എന്റെ കൂടി രോഗം ഭേദമാക്കി തരണേ. നമ്മൾ എന്താ പ്രാർത്ഥിക്കണ്ടേ? ഭഗവാനെ നമ്മൾ ഈ മെറ്റീരിയൽ ഭൗതിക ലോകത്തിൽ കിടന്ന് ഒഴലുക, ഇവിടെ ഞങ്ങൾക്ക് വേറെ ഒന്നും കിട്ടാനില്ല. ഭഗവാനെ അങ്ങാണെന്നുണ്ടെങ്കിൽ എന്താ മൂഹം കരോതി വാചാലം പങ്കിൽ ലംഘയതേ ഗിരി കൃപാ തമഹം വന്ദേ പരമാനന്ദ മാധവം. അങ്ങയുടെ കൃപയുണ്ടെന്നുണ്ടെങ്കിൽ എന്താ മൂഹനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാചാലനാക്കും. പിന്നെയോ പങ്കിൽ ലംഘയതേ ഗിരി മുടന്തനെ എന്ത് ചെയ്യും? കുന്ന് പർവ്വതം കയറ്റും. പക്ഷെ എന്ത് വേണം അതിന് വേണ്ടിയിട്ട്? കൃപ, അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് വേണം ഭഗവാനെ. ഞങ്ങൾക്ക് അങ്ങയുടെ ഭക്തി ആവോളം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൃപ ഞങ്ങളിൽ ചൊരിയണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന നമ്മളെപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ നമ്മളെ ഈ നാരായണി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 100 ദശകമാ. ആ 100 ദശകവും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല തടസ്സങ്ങളും വന്നുകൊണ്ടേയിരിക്കും എല്ലാവർക്കും. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ ഒരു സത്സംഗമായി കഴിഞ്ഞാലും ഒരു ക്ലാസ് ആയി കഴിഞ്ഞാലും ആദ്യമേ തന്നെ നമ്മൾ അതിനെ അറ്റൻഡ് ചെയ്യണം. ഇപ്പൊ നമ്മള് ഒരിടത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു എന്ന് വെച്ചോ. ആ ട്രെയിനിലാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. നമ്മള് ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇച്ചിരി താമസിച്ചേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ട്രെയിനിന്റെ പാട്ടിന് പോകത്തില്ല എന്ന് പറയുന്ന പോലെ. അതായത് നിങ്ങൾക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എനർജി അതൊരു ഭയങ്കര ഒരു എനർജിയാണ്. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ആ എനർജിയോട് കൂടി വേണം നമ്മള് അതിന്. 8 മണിക്കല്ലേ നമ്മുടെ ക്ലാസ്. എത്ര നല്ല സൂപ്പറായിട്ടുള്ള ടൈമാണ്. ആ 8 മണിക്ക് മുമ്പിട്ടേ നമ്മൾ നമ്മുടെ ജോലികളെല്ലാം ചെയ്ത് തീർത്തിട്ട് നമ്മൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇരിക്കണം. അത് ആ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ആ എനർജി നമുക്കതിന് ഉപയോഗപ്പെടുത്തണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇടയ്ക്കൊക്കെ വന്നു കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇത് നാരായണീയമാണ്. ഇത് സാധാരണ ഒരു പുസ്തകമല്ല. ഇതിലെ എല്ലാത്തിന്റെയും കൂടെ അന്തസ്സത്തെ അടങ്ങിയിരിക്കുന്നത് ഈ നാരായണത്തിലുള്ളത്. അതുകൊണ്ട് ഇടയ്ക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളിലും ആദ്യം തന്നെ എല്ലാവരും ഇതിനകത്ത് വരണം. ഒരു 5 മിനിറ്റ് മുമ്പിട്ട്, 8 മണിക്ക് ഒരു 5 മിനിറ്റ് മുമ്പിട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ഇരിക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല ഈ ലോകം. കലികാലമായി ഇതേ കലികാലത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്തൊക്കെയാ ഭഗവാനെ നടക്കുന്നതെന്നുള്ള. ഈ ലോകത്ത് നിങ്ങൾ ന്യൂസൊക്കെ കേട്ടുപോലെ നമുക്ക് ചിന്തിക്കാൻ തല പെരുത്തു പോകും ഓരോന്ന് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ളത്. നമ്മൾ ആ കലികാലത്ത് ജീവിക്കുന്ന ഒരു ജീവാത്മാവാണ് നമ്മൾ. അതുകൊണ്ടുണ്ടല്ലോ ആ ജീവാത്മാവിന് ഇനിയും നമുക്ക് എന്താ ഇനിയും ബർത്ത് വേണ്ട, ജനനം വേണ്ട. ഭഗവാനെ ജന്മമൃത്യു ജരാവ്യാധികളിൽ കിടന്ന് എന്നെ ഉഴലിക്കാതെ അങ്ങയുടെ ആ നിത്യലീലയിൽ എന്നെ പങ്കുകൊള്ളിക്കണേ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞു 3 പുരുഷാർത്ഥമാണ് ഉള്ളത്. ധർമ്മം, അർത്ഥം, കാമം. ഈ 3 പുരുഷാർത്ഥത്തിൽ ഈ അർത്ഥവും കാമത്തിനും വേണ്ടി മാത്രം നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പോകുന്നത് എവിടേക്കായിരിക്കും എന്നറിയാമോ? നരകത്തിലേക്കാണ് പോകുന്നത്. ആ നരകത്തിന്റെ തന്നെ വർണ്ണനയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാഗവതത്തിൽ ശരിക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഗരുഡപുരാണവും ഭാഗവതവും ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നാളെയാണെങ്കിൽ നമ്മുടെ പ്രഭുജി ഇതേ ലിങ്കിൽ തന്നെ കയറിയാൽ മതി. സത്സംഗത്തില് രാവിലെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രഭുജി ഇതിന്റെ ക്ലാസ് വെച്ചിട്ടുണ്ട്, കണ്ടിന്യൂസ് 3 ക്ലാസ്. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് മനസ്സിലാവണം. ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും എന്തുവാ ഞങ്ങളെന്തോ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഞങ്ങൾക്ക് അതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വലിയ ഭക്തരാ, ഒരു കുറിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്തരായി എന്നുള്ള, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയെങ്കിൽ ഭക്തരായി എന്നുള്ള അല്ല കേട്ടോ. ശരിക്കും ജ്ഞാനത്തിൽ കൂടി തന്നെ വേണം നമ്മള് ഭക്തിയിലേക്ക് വരാനെ കൊണ്ടെന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഉണ്ടല്ലോ, നമുക്ക് പോകേണ്ട ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിന് ശരിയായിട്ടുള്ള ഒരു ഗൈഡ് നമുക്ക് വേണം. ആ ഗൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആ അന്തസ്സത്തിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ആൾക്കാരും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണേ. അത് നമുക്കിപ്പോൾ നരകവർണ്ണനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു എക്സ്പേർട്സുകളാണ് അതൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അതുകൊണ്ടുണ്ടല്ലോ അതിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്തിട്ട് എവിടെ നിന്നൊക്കെ നമുക്ക് ജ്ഞാനം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നെല്ലാം നമ്മൾ ജ്ഞാനം വാങ്ങാൻ ശ്രമിക്കണം. അതുകൊണ്ട് ഭഗവാന്റെ എല്ലാവിധ കാരുണ്യങ്ങളും നമുക്ക് ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന. ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ഭുവനസുന്ദര. ഭഗവാൻ എങ്ങനെയാ എപ്പോഴും ത്രിഭംഗിയായിട്ടേ നിൽക്കത്തുള്ളൂ. ശരിക്കും നിൽക്കത്തേ ഇല്ല. തലയച്ച് എടുത്തച്ച് മൂന്ന് വളവിലേ ഭഗവാൻ നിൽക്കത്തുള്ളൂ.
വേണുഗോപാല വേദവർണിത പവനപുരേശ ശങ്കരാർജിത. ശങ്കരൻ പോലും ആർജിക്കുന്നത് ആരെയാണ്? ഈ ഭഗവാനെയാണ്. മനസ്സിലായോ? എന്നിട്ടോ അങ്ങനെയുള്ള ഭഗവാൻ ആരാ? മാനസചോര മാധവരൂപ. എല്ലാവരുടെയും മനസ്സിനെ കവർന്നിരിക്കുക. ഒരു ഉണ്ണിക്കണ്ണന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാല് ആ ഫോട്ടോ കൊള്ളത്തില്ലെന്ന് ഈ ലോകത്ത് ഒരു മനുഷ്യരെ എത്ര നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാരായാലും കൃഷ്ണ ഭഗവാന്റെ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് കൊള്ളില്ല എന്ന് പറയുന്നില്ല. അതെന്താ? ആ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ മനസ്സിനെ ചോരി ചെയ്തുകൊണ്ട് പോരുക. മൊത്തം കള്ളനാണെന്നുള്ളതാ. നമ്മുടെ മനസ്സ് പോലും ചോരി ചെയ്തുകൊണ്ട് പോയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് പോലും ഭഗവാനെ കട്ടെടുത്തിരിക്കുക എന്നുള്ള. മാനസ ചോര മാധവരൂപ. എങ്ങനെ പറയണം? ആടിവ കണ്ണ കളിയാടിവ കണ്ണ, ആടിവ കണ്ണ കളി ആടിവ കണ്ണ. ശ്യാമസുന്ദര 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 ഭുവന സുന്ദര ശരണമേഘണേ ഗരുഡവാഹന, ശരണമേഘണേ ഗർവനാശന, ശരണമേഘണേ സച്ചിദാനന്ദ, ശരണമേഘണേ ഭക്തവത്സല, ശരണമേഘണേ ഭക്തവത്സല, ശരണമേഘണേ ഭക്തവത്സല. ഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തില് നമുക്ക് ഈ നാരായണീയം സമർപ്പിക്കാം. എല്ലാവർക്കും ശുദ്ധ കൃഷ്ണഭക്തി കിട്ടട്ടെ. ഭഗവാന്റെ തിരുനാമം പ്രചരിപ്പിക്കാനുള്ള സൗഭാഗ്യം എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ നാരായണീയം ക്ലാസ് നമുക്കിവിടെ നിർത്താം.